ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ ഫെബ്രുവരി സ്പ്രിംഗ് ഹാഫ് ടേം ബ്രേക്കാണ് കേട്ടോ. അപ്പം എൻ്റെ മോളെ എമ്മയുടെ ഫ്രണ്ട് ജെന്നിയുടെ ജ്യേഷ്ഠൻ ജെറു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ വരുന്നതാണ് ജെന്നി കേട്ടോ. പല്ലൊന്നും ഇല്ലല്ലോ. അപ്പം ജെന്നിയും ഒക്കെ 6 വയസ്സുകാരാണ്. അവരുടെ പല്ല് പോകുന്ന സമയമാണല്ലോ ആണ്ട് ജെറു. അപ്പോൾ പിള്ളേർ ഏതായാലും വന്നു. ഇനിയിപ്പോൾ എന്ത് ടാസ്ക് അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന് അവരെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് പുറത്തൊരു വേലിയുണ്ട്, അത് പൊളിച്ച് കളയാം. ആരൊക്കെ വരുന്നെന്ന് ചോദിച്ചു. അതുകൊണ്ട് എല്ലാവരും കൂടെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് കൂടിയിട്ടുണ്ട്. എല്ലാവരും ഓരോരോ ടൂൾസും വാങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ട് പണിയൊന്നും അറിയത്തില്ല, എന്നാലും പിള്ളേർ വലിയ താല്പര്യത്തോടു കൂടി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറയുമ്പം ഒരു 6 മാസക്കാലം വിൻ്ററാണല്ലോ. ഓഗസ്റ്റ് തൊട്ടൊരു ഫെബ്രുവരി ലാസ്റ്റ് വരെ ഏകദേശം വിൻ്ററാണ്. കുഞ്ഞുങ്ങൾക്കൊന്നും അത്ര പുറത്തിറങ്ങാനുള്ളൊരു അവസരമില്ല ഈ തണുപ്പ് കാരണം. പണിക്കിടയ്ക്ക് ഞാൻ ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ പുറത്തിറങ്ങി പണിയുന്നതും കളിക്കുന്നതും ഒക്കെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് കുഞ്ഞുങ്ങളോട് വളരെ പാവം തോന്നും. വിൻ്റർ ടൈമിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഓടി പുറത്തിറങ്ങാൻ പറ്റില്ല. ഇനി അഥവാ ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ കോട്ടും സൂട്ടും ജാക്കറ്റും എല്ലാം ഇട്ടിട്ട് വേണം. അപ്പം ഈ സമ്മർ ടൈമിലാണ് ഇവർ കാര്യമായിട്ടൊന്ന് പുറത്തിറങ്ങി വെയിലൊക്കെ ഒന്ന് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ വലിയ കാര്യമായിട്ടാണ്ട് ആ വേരിയുടെ അടിവേര് മാന്തി. മീശക്കാരികളുടെ ചായക്കപ്പ് വാങ്ങട്ടെ. അപ്പോൾ അങ്ങനെ പിള്ളേർ വലിയ സന്തോഷത്തോടുകൂടി ഇന്ന് പുറത്തിറങ്ങി പണിയുമാണ്. അപ്പം പിള്ളേർ ഇടയ്ക്ക് കള്ളപ്പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വേലിപ്പണി എന്തായെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ പിള്ളേർക്ക് അത്ര ഫ്രീ ആയിട്ടുള്ളവരുടെ ഒരു കമ്മ്യൂട്ടേഷൻ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഉള്ള സമയം അവർക്ക് പുറത്തിറങ്ങാനും കളിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. നമുക്കും സന്തോഷമാണ്. അവർ ഒത്തിരി ടി വിയിലും ഫോണിലും ഒന്നും ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. ബിബിച്ചാന് സന്തോഷമായി. ആ വേലി ഏകദേശം പൊളിച്ചു തീരാനായപ്പം. അദ്ദേഹം നാട്ടിലൊരു അവരുടെ ഫാമിലിയെ ബാക്ക്ഗ്രൗണ്ട് കർഷകരാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയാണേലും ഒരു നല്ല കർഷകനാണ് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ കാർഷിക വീഡിയോസൊക്കെ പറ്റുവാണെങ്കിൽ വീഡിയോ എടുത്ത് ഇതുപോലെ ഷെയർ ചെയ്യാം, പുള്ളി ചെയ്യുന്ന കൃഷികളൊക്കെ. അപ്പോൾ പിള്ളേരോട് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് പെറുക്കി പുറകിലേക്ക് വെക്കാൻ പറഞ്ഞു. അങ്ങനെ വേലി ഇരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ക്ലിയർ ചെയ്തു. ഇതാണ് നമ്മുടെ വേലി പൊളിക്കൽ ടീം. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.